ഹലോ ഹായ് കൂട്ടരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തുമ്പപ്പൂവിൻ്റെ നിറമുള്ള സ്പോഞ്ച് പോലുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്തൊക്കെ, അതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും, എങ്കിലേ നിങ്ങൾക്ക് സോഫ്റ്റ് ഇഡ്ഡലിയുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് മനസ്സിലാവുകയുള്ളൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റെസിപ്പി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ഒരു ചേരുവ കൂടി അധികമായി ചേർക്കുന്നുണ്ട്, എന്താണെന്ന് പറയാം. ആദ്യമായി നാഴി ഉഴുന്നാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് അളവ് പാത്രത്തിലും എടുക്കാം. അതിനോടൊപ്പം ഞാൻ 1/4 സ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കുന്നു. ഇന്ന് ഡൊപ്പി അരിയാണ് എടുത്തിരിക്കുന്നത്. 6 നാഴി അരി എടുത്തിട്ടുണ്ട്. ഡൊപ്പി അരി അല്ലെങ്കിൽ ഇഡ്ഡലി അരി എന്ന് പറയും. ഇന്ന് പച്ചരി ചേർക്കുന്നില്ല. അപ്പോൾ 1 ഗ്ലാസ് ഉഴുന്ന് 6 ഗ്ലാസ് അരി, അതാണ് കണക്ക്. ഇവിടെ നാഴിക്കെടുത്തത് കൊണ്ട് 1 നാഴി 6 നാഴി. അപ്പോൾ അതും നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നു. ഇനി സ്പെഷ്യലായി ചേർക്കുന്നത് ചവ്വരിയാണ്. ഞാൻ 1 കപ്പ് ചവ്വരി എടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് ചവ്വരി. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്ന് ഞാൻ ഗ്രൈൻഡറിലേക്ക് ഇട്ടു. ഗ്രൈൻഡറിലാണ് ഉഴുന്ന് അരയ്ക്കുന്നത്. ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോഴാണ് എനിക്കത് പതഞ്ഞ് പൊങ്ങി വരുന്നത്. ഇനി അരി കൂടി അരച്ചെടുക്കാം. ചവ്വരി നന്നായി കുതിർന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അരിയും ചവ്വരിയും ഒരുമിച്ചാണ് അരയ്ക്കുന്നത്. ഉഴുന്ന് ഗ്രൈൻഡറിൽ അരയുന്ന സമയത്ത് തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് മിക്സിയുടെ ജാറിലാണ് ഞാൻ അരി അരച്ചെടുക്കുന്നത്. കുറേശ്ശെ ഇട്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരിയും ചവ്വരിയും ഒരുമിച്ച് ചേർത്ത് അരയ്ക്കുന്നു. ഉഴുന്ന് മിക്സിയുടെ ജാറിലാണ് അരയ്ക്കുന്നതെങ്കിൽ അരി 3 ഭാഗം എടുത്താൽ മതിയാകും. ചവ്വരി 1/4 കപ്പ് എടുത്താൽ, അതായത് മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ ഉഴുന്ന് 1 കപ്പ്, അരി 3 കപ്പ്, ചവ്വരി 1/2 കപ്പ്. ഇതാണ് അതിൻ്റെ അളവ്. അപ്പോൾ ഗ്രൈൻഡറിലായതുകൊണ്ടാണ് 1 കപ്പ് ഉഴുന്നിന് അല്ലെങ്കിൽ 1 നാഴി ഉഴുന്നിന് 6 ഭാഗം അരിയും 1 കപ്പ് ചവ്വരിയും എടുത്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏതളവായാലും ഒരേപോലത്തെ ഇഡ്ഡലി തന്നെ കിട്ടും. ഗ്രൈൻഡറിലാവുമ്പോൾ നമുക്ക് അരി കൂടുതൽ, നാഴി ഉഴുന്നിന് കൂടുതൽ അരി ചേർക്കാം, കൂടുതൽ മാവ് ഉണ്ടാവും എന്നതാണ് വ്യത്യാസം. ഉഴുന്ന് വാങ്ങുമ്പോൾ വില അല്പം കൂടിയാലും ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്ന് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമേ കൂടുതൽ മാവ് പൊലിച്ചു വരികയുള്ളൂ. നമ്മൾ കുറഞ്ഞ ഉഴുന്ന് വാങ്ങുകയാണെങ്കിൽ ഇത്ര മാവ് കിട്ടാൻ ഇരട്ടി ഉഴുന്നിടേണ്ടി വരും. മിക്സിയുടെ ജാറിൽ അരി അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ പ്രോസസ്സ് തുടർന്ന് അരിയും ഉഴുന്നും ഫുള്ളായിട്ട് അരച്ചെടുക്കണം. ഉഴുന്ന് കൂടെ നോക്കി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. കുറേശ്ശെ വെള്ളം ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം. വെള്ളം ആദ്യമേ ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. നോക്കൂ, പതഞ്ഞ് പൊങ്ങി ഗ്രൈൻഡർ നിറഞ്ഞു വന്നിട്ടുണ്ട് ഉഴുന്ന്. അപ്പോൾ ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ഉള്ള ഭാഗം ഞാൻ മാറ്റിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഉഴുന്നും അരിയും ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ കൈയിട്ട് ഇളക്കാൻ മാവ് കൂടുതലുള്ളത് കൊണ്ടാണ് തവിയിട്ട് ഇളക്കുന്നത്. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അളവ് കൂടുതൽ. വീഡിയോയ്ക്ക് മാത്രമായെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കാണിക്കാമായിരുന്നു. ഇത് ഞാൻ യൂഷ്വലി ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. മാവിങ്ങനെ തയ്യാറാക്കി പല പാത്രങ്ങളിലാക്കി എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. ഇപ്പോൾ മാവെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒരു 8-9 മണിക്കൂർ പുളിക്കാനായി വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് വയ്ക്കുക, ഒരു പൊടിക്ക് ഗ്യാപ്പ്, എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്. അതിരുന്ന് പുളിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇഡ്ഡലിയുടെ പരുവത്തിനാണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, മാവ് പുളിച്ച് പൊങ്ങി പാത്രം നിറഞ്ഞു വന്നിട്ടുണ്ട്. നോക്കുക മാവ് എത്ര ഫ്ലഫിയാണെന്ന്, എത്ര സോഫ്റ്റ് മാവാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ 1 ദിവസത്തേക്കുള്ള മാവാണ്, കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് വയ്ക്കാം. ഇതേ രീതിയിൽ തന്നെ കോരി ഇഡ്ഡലി തട്ടിൽ വയ്ക്കാവുന്നതാണ്.
എനിക്കിപ്പോൾ അളവ് കൂടുതലുള്ളത് കൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ഇന്നത്തെ ആവശ്യത്തിന് മാത്രമാണ് കോരിയെടുത്ത് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇതേ മാവിൽ തന്നെ നിങ്ങൾക്ക് ദോശയും ഉണ്ടാക്കാം. ദോശയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കണം. ഒരു ഇഡ്ഡലി തട്ടെടുത്ത് എണ്ണയൊക്കെ തൂകി മാവെടുക്കുന്നുണ്ട്. ഇതേ സമയം ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. ചൂടായ ഇഡ്ഡലി തട്ടിലേക്ക് വേണം മാവ് കോരി വയ്ക്കാനായിട്ട്. മാവെല്ലാം ഇഡ്ഡലി തട്ടിൽ നിറച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടായി കിടക്കുന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഒരു 10 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഇഡ്ഡലിയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനെ കുറച്ച് തണുക്കാൻ അനുവദിക്കാം. തണുത്തതിന് ശേഷം നമുക്കിതെല്ലാം മാറ്റിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തുമ്പപ്പൂ പോലുള്ള സ്പോഞ്ചി ഇഡ്ഡലിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇഡ്ഡലി തട്ടിൽ കുഴി ചെറുതാണ്, അതുകൊണ്ടാണ് കുറച്ച് ഫ്ലാറ്റായിട്ടിരിക്കുന്നത്. കുഴിയുള്ള ഇഡ്ഡലി തട്ടാണെങ്കിൽ നല്ല ഗുണ്ടുമണി ഷേപ്പിൽ തന്നെ ഇഡ്ഡലി കിട്ടും. ഇതാ നോക്കൂ എത്ര സോഫ്റ്റ് ആണെന്ന്. സ്പോഞ്ച് പോലെ തന്നെ ഇല്ലേ? അത്രയും സ്പോഞ്ചും നല്ല കളറുമാണ്. നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നാൽ ആദരപൂർവ്വം സന്തോഷത്തോടു കൂടി ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നമുക്കും ഒരു സംതൃപ്തിയാണ്, നല്ലൊരു ഇഡ്ഡലി കൊടുത്തു എന്ന്. കഴിക്കുന്നവരും ചോദിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇതേ കൂട്ടിൽ ഇതേ ചേരുവയിൽ മിക്സിയിലാണെങ്കിലും ഗ്രൈൻഡറിലാണെങ്കിലും രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രപ്പോർഷനിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതുവരെ ഇഡ്ഡലി ശരിയായില്ല എന്ന് പരാതി പറയുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് ഈ കൂട്ട് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കൂ. ഇന്ന് ഞാൻ ഇഡ്ഡലിക്ക് ഒരു തേങ്ങാ ചമ്മന്തിയാണ് എടുത്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണേ കൂട്ടരെ. Thank you all. Thank you for watching. Stay blessed. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. Thank you.